മനുഷ്യരിൽ ബഹുഭൂരിപക്ഷം പേരിലും അന്യരോടുള്ള അനുകമ്പയും ദയയും സ്നേഹവും ഒക്കെ രൂപപ്പെടാൻ തുടങ്ങുന്നത് തൻ്റെ കാര്യങ്ങൾ ഏകദേശമൊക്കെ ശരിയായി എന്ന് ഉറപ്പ് വന്നതിന് ശേഷമാണ്. ഇത്തരം അനുഭവങ്ങളും കാഴ്ചകളും നമ്മുടെ നിത്യജീവിതത്തിൽ സമൂഹത്തിൽ നിരന്തരമായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അമ്പലങ്ങളിലും പള്ളികളിലും മോസ്കുകളിലുമൊക്കെ അന്നദാനം വിളമ്പാറുണ്ട്. അതുപോലെ പണ്ട് പള്ളിക്കൂടങ്ങളിൽ ഉപ്പുമാവ് വിളമ്പുന്ന കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടങ്ങളിലെല്ലാം തൻ്റെ പങ്ക് മാക്സിമം എടുത്തു വച്ചതിന് ശേഷം മാത്രമാണ് ഇവർ വിളമ്പാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാഴ്ചകളാണ് രസകരമായിട്ടുള്ളത്. ഇതുപോലെ മറ്റൊരു കാഴ്ച എന്നുള്ളത്, തിരക്കുള്ള ബസ്സിൽ തൻ്റെ ഇരിപ്പിടം ഉറപ്പായതിനു ശേഷം പുറമേ നിന്ന് വീണ്ടും കയറാൻ തിരക്ക് കൂട്ടുന്നവരോട് ഇവിടെ തിരക്കാണ്, നിങ്ങൾ അടുത്ത വണ്ടി പിടിക്കൂ എന്ന് പറയുന്ന കാഴ്ചകളും നിരന്തരമായി നാം കാണുന്നു. ശരിക്കും മറ്റുള്ളവരോട് സ്നേഹവും ദയയും അനുകമ്പയും ഒക്കെ ഉണ്ടെങ്കിൽ ഇതാണോ വേണ്ടത്? അപ്പോൾ ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാവുന്ന വകയാണ്. സിനിമയും പുസ്തകവും കളികളും മാത്രമല്ല, ഇതും ആസ്വദിക്കാനുള്ള വകകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്.